IPLന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായ മൂന്നാം റൗണ്ടിലേക്ക് കടന്നു. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണപ്പോൾ 5 തവണ വീതം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സുമെല്ലാം കൂടുതൽ പതറുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ചില സർപ്രൈസ് ടീമുകളുടെ കുതിപ്പാണ് സീസണിലെ തുടക്കത്തിൽ എല്ലാം കാണാൻ കഴിയുന്നത്. വമ്പൻ ഫ്രാഞ്ചൈസികൾ മാത്രമല്ല, മറിച്ച് ചില വമ്പൻ താരങ്ങളും ആദ്യ റൗണ്ടുകളിൽ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. ചില ടീമിന് വലിയ ബാധ്യതയായി മാറുകയും ചെയ്തു. ഇനി ഗതികെട്ട ടീം പുറത്താകുന്നതിന് മുമ്പ് സീസണിന് ശേഷം IPLൽ നിന്നും വിരമിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടറും ഇന്ത്യൻ വെറ്ററൽ താരവുമായ രവീന്ദ്ര ജഡേജയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ആൾ. നിരവധി വർഷങ്ങളായി ചെന്നൈയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ കൂടിയാണ് താരം. എന്നാൽ ഇപ്പോൾ ജഡ്ഡുവിന് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ കാര്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സീസണിന് ശേഷം ജഡേജയ്ക്ക് കളി മതിയാക്കുന്നതായിരിക്കും നല്ലത്. 5 IPL കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അടുത്ത താരം. മുംബൈക്കൊപ്പം ഓപ്പണിംഗിൽ അദ്ദേഹം ഈ സീസണിൽ വൻ പരാജയമായി മാറി. 0, 8, 13 എന്നിങ്ങനെയാണ് ഹിറ്റ്മാന്റെ നിലനിൽക്കുന്ന സ്കോറുകൾ എന്നത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബൗളർ ഇഷാന്ത് ശർമ്മയ്ക്കും ഇത് അവസാനത്തെ IPL സീസണായി മാറുവാനുള്ള സാധ്യതയുണ്ട്. 36-കാരനായ അദ്ദേഹം ഇപ്രാവശ്യം ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണ് നിൽക്കുന്നത്. എന്നാൽ ബൗളിങ്ങിൽ പഴയ വേഗതയോ മൂർച്ചയോ ഒന്നും തന്നെ താരത്തിന് ഇപ്പോൾ ഇല്ല. ഇന്ത്യൻ വെറ്ററൽ ഓഫ് സ്പിന്നർ അശ്വിനാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അവസാനത്തെ വ്യക്തി. 38-കാരനായ അദ്ദേഹം ഈ സീസണിലാണ് തന്റെ ആദ്യ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം വരവിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇമ്പാക്റ്റ് ആദ്യ മത്സരങ്ങളിൽ താരം ഉണ്ടാക്കിയില്ല. കൂടാതെ ഒരുപാട് റൺസും അശ്വിൻ വിട്ടുകൊടുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇനി IPL നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനമെന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്.